ദേവർഷി, അങ്ങ് ആരോടാണ് സംസാരിക്കുന്നത്? അതെ, അതുമേതോ ദേവിയോട് സംസാരിക്കുന്നത് പോലെ. രാജൻ, ഈ പുണ്യഭൂമിയിൽ കന്യകയെ ദേവിയായി തന്നെയാണ് മാനിച്ചു വരുന്നത്. സത്യമാണ് പറഞ്ഞത്. ദേവർഷി, ഇത്ര ചെറിയ ബാലിക സംസാരിക്കില്ലല്ലോ. പക്ഷേ എനിക്ക് സംസാരിക്കാമല്ലോ. വലിയവർ ചെറിയ ശിശുക്കളുമായി സംവാദം ചെയ്യുമ്പോൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ശിശു കേവലം കേൾക്കുകയേ ഉള്ളൂ. വലിയവർ ശിശുവിനോട് ശിശുവിനെ പോലെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞാനും അത് മാത്രമേ ചെയ്തുള്ളൂ. അങ്ങയുടെ ലീല അങ്ങേക്കേ മനസ്സിലാകൂ. എല്ലാം ജഗദംബികയ്ക്കും അറിയാം. മഹാരാജൻ, മഹാറാണി, ഞാൻ വിട പറയട്ടെ. നാരായണ നാരായണ. വന്ദനേ. എത്ര സുന്ദരിയാണ് നമ്മുടെ പുത്രി. ദേവർഷി പറഞ്ഞത് സത്യമാണ്. നമ്മുടെ പുത്രി സാക്ഷാൽ ദേവിയെ പോലെ തന്നെ. ദേവിയാണെങ്കിൽ വളർന്നാൽ അവൾക്ക് വരനായി ഏതെങ്കിലും ഒരു ദേവനെ തന്നെ തേടേണ്ടി വരും. നമുക്ക് പുത്രി ഇതാ പിറന്നതേയുള്ളൂ. ഇപ്പോഴേ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയോ? മഹാറാണി, പുത്രിയുടെ പിതാവാകുന്നതോടെ ചിന്തകളും സ്വയം പ്രത്യക്ഷമായി തുടങ്ങും. അങ്ങൊട്ടും വിഷമിക്കേണ്ട. വിധാതാവിന്റെ കൃപയാൽ എല്ലാം മംഗളമായി ഭവിക്കും. ഇനി എന്താകും ദേവരാജ? വായുദേവ, എന്തുണ്ടാകുമെന്ന് ദേവരാജൻ അറിയാമായിരുന്നെങ്കിൽ നാം എല്ലാം ഇങ്ങനെ ഓടി നടക്കേണ്ടി വരുമായിരുന്നോ? താരകാസുരന്റെ അത്യാചാരം ദിനം പ്രതി ഏറി വരുന്നു. സ്വർഗത്തിൽ നിന്ന് നാം നിഷ്കാസിതരായി. മറ്റെവിടെങ്കിലും വസിക്കാനും ഇപ്പോൾ യോഗ്യതയില്ലാതായി. വരുണൻ പറഞ്ഞ സത്യമാണ്. നമ്മൾ എവിടെ പോയാലും അവിടെയെല്ലാം താരകാസുരന്റെ രാക്ഷസരെത്തുന്നു. നമ്മുടെ സ്ഥിതി വിഷമത്തിലായിരിക്കുന്നല്ലോ ദേവ. വായുദേവൻ പറഞ്ഞതെല്ലാം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവയ്ക്ക് പുറമെ മറ്റൊരു സങ്കടവും ഉൽപ്പന്നമായിരിക്കുന്നു. അതെന്താണ് വരുണദേവ? താരകാസുരനെ പേടിച്ച് സ്വർഗത്തിൽ അപ്സരസുകൾ അജ്ഞാത സ്ഥാനങ്ങൾ ഒളിച്ചിരിക്കുന്നു. പക്ഷെ താരകാസുരന്റെ വിചാരം നമ്മൾ ദേവന്മാർ അപ്സരസുകളെ അദർശരാക്കിയിരിക്കുന്നു എന്നാണ്. അതുമൂലം അവൻ കൂടുതൽ ക്രുദ്ധനായി നമ്മൾ ദേവന്മാരെ ഉപദ്രവിക്കുകയാണ്. ഇതെന്തൊരു അന്യായമാണ്! അപ്സരസുകൾ ഒളിക്കട്ടെ, നാം അവരെ അദൃശ്യരാക്കട്ടെ. ഇതിൽ താരകാസുരന് കോപിക്കാൻ എന്താണ് അവകാശം? ഉണ്ട് ദേവരാജ, ബന്ധമുണ്ട്. താരകാസുരൻ സ്വർഗൈശ്വര്യങ്ങളെല്ലാം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ അപ്സരസുകളെയും കാക്ഷിക്കുന്നു. അവൻ അവരെ വേണം. അവരെ ലഭിക്കാത്തത് മൂലം അവൻ ക്രുദ്ധനാണ്. ആ ക്രോധം മൂലം അവൻ തന്റെ രാക്ഷസരെ നമുക്ക് വിരുദ്ധരാക്കി ഉത്തേജിപ്പിക്കുന്നു. നാരായണ നാരായണ നാരായണ, ശ്രീമൻ നാരായണ നാരായണ നാരായണ, നാരായണ നാരായണ. ദേവരാജ, നാരായണന്റെ നാമം കേട്ടാൽ ഇതാണ് സ്ഥിതിയെങ്കിൽ താരകാസുരന്റെ പേര് കേട്ടാൽ വിറച്ചു പോകുമില്ലേ? ദേവർഷേ, ഏതൊരു സത്യം പ്രത്യക്ഷമാണോ അതിനെ നിരാകരിക്കാൻ സാധ്യമല്ല. ദുർദശഗ്രസ്തരും വിഷാദഗ്രസ്തരും ഭയഭീതരുമാണ് ഞങ്ങൾ. ദേവരാജൻ, ഒരേ വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുക, ചോദ്യങ്ങൾ ഉയർത്തുക, അവയ്ക്ക് ഉത്തരം നൽകുക, ഇവ മനസ്സിന് ഗ്ലാനി ഉണ്ടാക്കും. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതോ പ്രത്യക്ഷമായത് തന്നെ. അതെന്റെ മാത്രം അഭിപ്രായമല്ല, വിധിയുടെ വിധാനവും പ്രകൃതി നിയമവും. അങ്ങയുടെ പ്രസ്താവന സ്പഷ്ടമാക്കൂ ദേവർഷേ. അനേകം തവണ പറഞ്ഞതാണ്. പക്ഷെ അതിന്റെ ലാഭം ദേവഗണങ്ങൾക്ക് ലഭിച്ചില്ല, ലോകത്തിനും. ഇങ്ങനെ വളച്ചു പറയാതെ ദേവർഷേ, അഭിപ്രായം സ്പഷ്ടമാക്കൂ. ദേവഗണങ്ങളുടെ ഇപ്പോഴത്തെ ദുർദശയുടെ മൂല കാരണം നവീനമല്ല. ദേവന്മാരുടെ ഭാഗത്ത് നിന്ന് മാനവവർഗത്തിന് എന്നും ഒരു സന്ദേശം നൽകി വന്നിരുന്നു. കർമ്മത്തിന്റെ ഫലം നിശ്ചിതമാണ് എന്ന്. സത്കർമ്മത്തിന് സത്പരിണാമം, ദുഷ്കർമ്മത്തിന് ദുഷ്പരിണാമവും. എനിക്ക് മനസ്സിലായി ദേവർഷി. ഞങ്ങളുടെ ഇന്നത്തെ ഈ ദുർദശയുടെ പിറകിൽ
ഞങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. ദേവർഷി, അങ്ങ് ഞങ്ങൾക്കിപ്പോൾ ഈ ദുർദശയിൽ നിന്ന് മുക്തി നേടാനുള്ള ഉപായം പറഞ്ഞാലും. ഉപായം? നാരായണ നാരായണ. ഞാൻ പറഞ്ഞതുകൊണ്ടോ ചെയ്തതുകൊണ്ടോ ആകില്ല. അതിനുള്ള വ്യവസ്ഥ പ്രകൃതി തന്നെ ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞോ? എന്ത് ചെയ്തു? എപ്പോൾ? എവിടെ ചെയ്തു? പറഞ്ഞാലും ദേവർഷേ. ശാന്തരാകൂ ദേവന്മാരെ. ഈ സൂചന നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഏത് പരാശക്തിയോടാണോ നാരീരൂപത്തിൽ ഭൂമിയിൽ അവതരിക്കണമെന്ന് നാം പ്രാർത്ഥിച്ചത്, ആ ദേവി ജന്മമെടുത്തു കഴിഞ്ഞു. എവിടെ? ഹിമാലയരാജന്റെ അവിടെ, മേനാറാണിയുടെ ഗർഭത്തിൽ അവരുടെ പുത്രിയായി. ദേവർഷി, എന്നാൽ ഞങ്ങൾ ഹിമവാന്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പുത്രിയെ ദർശിക്കട്ടെ. അദ്ദേഹത്തെ അനുമോദിക്കണം. നാം ഉടൻ അവിടെ എത്തിയേ തീരൂ. പരാശക്തിയുടെ ദർശനത്തിന് വിളംബം പാടില്ല. നിങ്ങൾ ദേവന്മാർ തെറ്റിന് പിറകെ തെറ്റു ചെയ്താൽ ഈ ദുർദശയും വിപത്തുകളും എങ്ങനെയാണ് അവസാനിക്കുക? അതിനെന്തുണ്ടായി ദേവർഷി? ദേവന്മാർ ഹിമാലയരാജനെ അനുമോദിക്കാൻ അവിടെ പോവുകയാണെങ്കിൽ താരകാസുരന്റെ കിങ്കരന്മാർ നിങ്ങളെ പിന്തുടരില്ലേ? പരാശക്തിയുടെ അവതാരത്തിന്റെ രഹസ്യവും രാക്ഷസന്മാർ മനസ്സിലാക്കും. പിന്നെ നിങ്ങളുടെ നേരെ അവർ കൂടുതൽ ഹിംസകൾ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും ദേവർഷേ? സമയമാകും വരെ ധൈര്യപൂർവം കാക്കുക. സ്വയം ജഗദംബികയുടെ ആഗ്രഹം എന്താണെന്നോ? ഹിമാലയരാജനും മേനാറാണിയും തന്നെ ശക്തി രൂപത്തിൽ കാണരുത്, മാനിക്കരുത്, മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടമാകരുത് എന്നാണ്. അതിനാൽ ഇപ്പോൾ അവരെ ദർശിക്കാനുള്ള ഇച്ഛ വെടിയണം. സമയമാകുമ്പോൾ ദേവിയുടെ മഹാത്മ്യം പ്രകടമാകും. ദേവി സ്വയം പ്രത്യക്ഷീഭവിക്കും. അതാണ് ഉചിതം ദേവർഷി. ഞങ്ങൾ ഇനിയും കാത്തിരിക്കാം ദേവർഷേ. സമയം കാത്തിരിക്കേണ്ടി വരും വായുദേവ. അതുതന്നെ ഉചിതവും. നാരായണ നാരായണ. അയ്യോ അയ്യോ, എന്താണിത്? അയ്യോ, കൈലാസം ഇളകുന്നു. അയ്യോ അയ്യോ, കൈലാസത്തിൽ ഭൂകമ്പം. വരൂ. ഇതേതാണ് ബാലൻ? ഇത് ചൊവ്വയാണ് എന്റെ പുത്രൻ. അവിടുത്തെ ആരാണ് ദേവി? എന്താ, ഞാൻ എന്നെ പരിചയപ്പെടുത്തണമെന്നുണ്ടോ? ഞാനാണ് പൃഥ്വി, ധര. നിങ്ങളെ വഹിക്കുന്നത് ഞാനാണ്. മംഗൾ, എന്റെ മോനെ, പൊന്നു മോനെ. ഹേ ദേവാധിദേവ, സർവശക്തനായ മഹാദേവ, യുഗയുഗങ്ങളായി എന്റെ ഹൃദയം പുത്രപ്രാപ്തിക്ക് വേണ്ടി കൊതിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഈ ദിനമാണ്. പുത്രനു ജന്മം നൽകി ഞാൻ കൃതാർത്ഥയാകുന്ന ദിനം. അങ്ങ് ഈ പുത്രനെ എനിക്ക് നൽകി അങ്ങ് എന്റെ ആഗ്രഹം സഫലമാക്കി. സഹനശക്തിയുടെ മൂർത്തിരൂപമായ ധരെ, എന്റെ ശ്വേതബിന്ദുവിൽ നിന്ന് ഉത്ഭവിച്ച ഈ പൃഥ്വിപുത്രൻ മംഗൾ എന്ന പേരിൽ പ്രസിദ്ധനായി തീരും. ഇവന്റെ പേര് തന്നെ ജീവികൾക്ക് മംഗളകരമായി ഭവിക്കും. ഞാൻ എന്താണ് വേണ്ടത് ഭഗവാൻ? നീ ഈ ശിശുവിനെ സ്നേഹപൂർവം പരിപാലിക്കണം. അത് ഞാൻ ചെയ്യേണ്ടതല്ലേ ദേവേശ്വര? അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മം നിർവഹിച്ചല്ലേ പറ്റൂ. അതല്ലാതെ ഞാൻ മറ്റെന്താണ് ചെയ്യേണ്ടത്? സമയം വരുമ്പോൾ എല്ലാം സ്വയം മനസ്സിലാകും. ഓം
നമഃ ശിവായ. Namah Shivaya. Om 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 Namah Shivaya.